നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ലഭിക്കുന്ന പ്രതിരോധ ഔഷധത്തെ പറ്റിയാണ്. അതിനൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് കൊളസ്ട്രം. കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ പ്രസവശേഷം അമ്മമാരിലുണ്ടായി വരുന്ന ആദ്യത്തെ പാലിനാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് നേരിയ മഞ്ഞ നിറത്തിലൊരു കൊഴുത്ത പാലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. അതിൽ വളരെയധികം രോഗപ്രതിരോധ ശക്തിയുണ്ട് അതിന്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കത് ഒഴിവാക്കരുത്, അത് കൊടുക്കണം. പിന്നെ ഒരു സവിശേഷതയുണ്ട് മുലപ്പാലിന്, അത് രോഗാണുരഹിതമായിരിക്കും. മനുഷ്യരുടെ കൈകളാലൊന്നും മലിനമാക്കപ്പെടാതെ സ്ഥലങ്ങളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നതല്ലേ. അതുകൊണ്ട് അതിലൊരു രോഗാണുക്കളും ഉണ്ടാവില്ല. മറ്റേത് പാലായാലും അതിൽ എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ അതിൽ പലതരത്തിലുള്ള ഉപദ്രവകാരികളായ രോഗാണുക്കൾ വന്നു പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വയറിളക്ക രോഗങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. പക്ഷേ മുലപ്പാലിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുമില്ല. 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ. മുലപ്പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങളുടെ വയറിളക്ക രോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ മുലയൂട്ടലിൻ്റെ പ്രാധാന്യവും മുലപ്പാലിൻ്റെ ഗുണങ്ങളെയൊക്കെ പറ്റി ഞാൻ എഴുതിയൊരു കാര്യമുണ്ട്. അത് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൺമണി കുഞ്ഞു പിറന്നയുടൻ അമ്മയിലുണ്ടാകും ആദ്യത്തെ പാൽ, മഞ്ഞ നിറത്തിലെ കൊഴുത്ത പാല്, കുഞ്ഞിനതേകാൻ മടിച്ചിടല്ലേ, തെല്ലും മടിയാതെ നൽകിയെന്നാൽ കുഞ്ഞിനതിൽ നിന്നും പാലമൃത്, രോഗപ്രതിരോധ ശേഷിയേറി ബുദ്ധിയോടെ നന്നായി വളർന്നു വരും. 6 മാസം പ്രായമാകും വരെ കുഞ്ഞിനു മുലപ്പാൽ മാത്രം മതി. മറ്റാഹാരങ്ങൾ ദഹിച്ചിടാനായി ബുദ്ധിമുട്ടാകും, കുഴപ്പമാകും. മായം കലരാതെ പണം ചെലവാക്കാതെ കുഞ്ഞിനേകാം കഴിയും നാൾ വരെ അമൃത്. അമ്മതൻ സ്നേഹവും പരിലാളനയും, അമ്മതൻ സ്നേഹവും പരിലാളനയും കുഞ്ഞോമനയ്ക്കേകും ഈ വേള, കുഞ്ഞോമനയ്ക്കേകും ഈ വേള. ഇത് എൻ്റെ ട്യൂൺ ഇട്ടാണ് ഞാൻ പാടിയത്. നല്ല രീതിയിൽ പാടാൻ പറ്റും. എനിക്ക് അങ്ങനെ പാടാനുള്ള കഴിവൊന്നുമില്ല. എൻ്റെ രീതിയിൽ ഞാൻ പാടിയതാണ്. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എത്ര നാൾ മുലപ്പാൽ കൊടുക്കാൻ പറ്റും അത്രയും നാൾ എല്ലാവരും മുലപ്പാൽ കൊടുക്കുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. താങ്ക് യു.